നെയ്മർ കഴിവുകൊണ്ട് ലോകം കീഴടക്കിയ താരം. പക്ഷേ എന്താണ് പിഴവ്? മെസ്സിയും റൊണാൾഡോയും ലോക ഫുട്ബോൾ അടക്കി വാഴുന്നിരുന്ന കാലത്ത് അവരെ മറികടക്കാൻ കഴിവുള്ള ഏക താരം ആരാണെന്ന് ചോദിച്ചാൽ ലോകം ഒരേ ഒരു പേരാണ് പറഞ്ഞിരുന്നത്. അതെ, നെയ്മർ. സ്കിൽ, ഫ്ലയർ, മാജിക്, സാംബ ഫുട്ബോൾ. പക്ഷേ അതേ നെയ്മറിനെ കുറിച്ച് പലരും പറയുന്നത് വേസ്റ്റ് ടാലന്റഡ് എന്ന്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ബ്രസീലിലെ സാന്റോസ് എന്ന ക്ലബിൽ നിന്നാണ് അദ്ദേഹം ലോക ശ്രദ്ധ നേടിയത്. ഡ്രിബ്ലിംഗ്, സ്പീഡ്, കോൺഫിഡൻസ്. അദ്ദേഹം ഒരു സ്ട്രീറ്റ് ഫുട്ബോൾ സ്റ്റൈലാണ് കാഴ്ചവെച്ചത്. അങ്ങനെ 2013 നെയ്മർ ജൂനിയർ യൂറോപ്പിലേക്ക് എത്തുന്നു. പിന്നീട് ബാഴ്സലോണയിൽ ജോയിൻ ചെയ്തു. അവിടെ അദ്ദേഹം ചേർന്നത് ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു അറ്റാക്കിംഗ് ട്രിയോയിലേക്കാണ്. ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ്, നെയ്മർ, MSN ട്രിയോ. 2015 ചാമ്പ്യൻസ് ലീഗ് ട്രിപ്പിൾ സീസൺ നെയ്മർ തന്റെ പീക്ക് ടൈമിലായിരുന്നു. അപ്പോൾ ലോകം പറഞ്ഞു നെക്സ്റ്റ് ബലൻഡോർ വിന്നർ നെയ്മർ ആയിരിക്കുമെന്ന്. 2017 ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫർ, നെയ്മർ ജൂനിയർ ജോയിൻ ടു പാരിസ് ആൻഡ് ജർമ്മൻ. റെക്കോർഡ് ബ്രേക്കിംഗ് ഫീ. എന്താണ് കാരണം? മെസ്സിയുടെ ഷേഡോ ഇടാൻ, ഓൺ ലെഗസി ഉണ്ടാക്കാൻ. പക്ഷെ അവിടെ തുടങ്ങിയതാണ് പ്രഷർ, മീഡിയ ക്രിറ്റിസിസം, എക്സ്പെക്ടേഷൻ ഓവർലോഡ്, ചാമ്പ്യൻസ് ലീഗ് ഒബ്സഷൻ. നെയ്മറിന്റെ കരിയറിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ അത് ഒന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ: ഇഞ്ചുറീസ്. ഒരുപാട് ഇഞ്ചുറീസ് കൊണ്ട് ആള് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2014 ശേഷം കിട്ടിയ ഇഞ്ചുറിക്ക് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനുപരി കൺസിസ്റ്റൻസി നഷ്ടമായി. അതേപോലെ തന്നെ ബിഗ് മാച്ചുകളിലെല്ലാം നെയ്മർ ഇല്ല എന്നുള്ളൊരു ക്രിറ്റിസിസം ശക്തമായി. ബ്രസീലിന്റെ നാഷണൽ ടീം ക്യാപ്റ്റനായിട്ട് നെയ്മർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു. ബ്രസീൽ ഫാൻസിക്ക് വേണ്ടത് വേൾഡ് കപ്പ് ആയിരുന്നു. 2014, 18, 22 ഈ 3 വേൾഡ് കപ്പിലും അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു, പക്ഷേ ട്രോഫി കൈവശമാകാതെ പോയി. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ബ്രസീൽ ഓൾ ടൈം ടോപ്പ് സ്കോററിൽ ഒരാൾ, മൾട്ടിപ്പിൾ ലീഗ് ടൈറ്റിൽ, ചാമ്പ്യൻസ് ലീഗ് വിന്നർ, അതുപോലെ തന്നെ മോസ്റ്റ് സ്കിൽഫുൾ പ്ലെയർ ദിസ് ജനറേഷനിൽ ഒരാൾ. ടാലന്റ് ഒട്ടും കുറവല്ല. അതുപോലെ തന്നെ സാന്റോസിലും ബാഴ്സലോണയിലും PSG കാട്ടിക്കൂട്ടിയ അട്ടഹാസം നമുക്ക് മറക്കാൻ പറ്റില്ല. സാന്റോസിൽ ഒരു മനോഹരമായ ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോളിൽ തന്നെ പുസ്കാസ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. നെയ്മറിന്റെ എടുത്തു പറയേണ്ട ഒരു മാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSG vs ബാഴ്സലോണ തമ്മിലുള്ള മത്സരമായിരുന്നു. ശരിക്കും ആ മത്സരം കണ്ടവർക്കറിയാം നെയ്മർ ആരാണെന്ന്. അപ്പൊ ശരിക്കും എന്താണ് പ്രശ്നം? റോങ് ഡിസിഷൻ എടുത്തതാണോ? അതോ PSG മൂവ് ചെയ്തത് മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നുണ്ടോ? അതോ ഇഞ്ചുറീസുകൾ കാരണം കൊണ്ടാണോ? വേസ്റ്റ് ടാലന്റഡ് ആണോ? അതോ അൺലക്കി ജീനിയസ് ആണോ? അദ്ദേഹത്തിന്റെ ടാലന്റ് കൊണ്ടും അദ്ദേഹത്തിന്റെ കളി മികവ് കൊണ്ടും അദ്ദേഹം ടോപ്പ് ലെവല് തന്നെയാണ്. പക്ഷേ ഹിസ്റ്ററി അദ്ദേഹത്തെ എങ്ങനെ ഓർക്കും? ഗ്രേറ്റസ്റ്റ് ഓഫ് ജനറേഷൻ എന്നാണോ അതോ ഓൾമോസ്റ്റ് ഗ്രേറ്റസ്റ്റ് എന്നാണോ? നിങ്ങളൊരു നെയ്മർ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയൂ നെയ്മർ ജൂനിയറിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് മാച്ച് ഏതായിരുന്നു എന്ന്.